ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രോക്കിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് കാണാം, എന്നിട്ട് ഈ സ്റ്റിച്ചിങ് വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിക്കോളും, കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടി ഒരുമിച്ച് കാണുമ്പോൾ. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതാണ് ഫ്രോക്കിൻ്റെ യോക്ക് പീസിൻ്റെ ഷേപ്പ് വരുന്നത് ഇതുപോലെയാണ് വരുന്നത്. ഇതുപോലെ രണ്ട് സൈഡും ഇതുപോലെ ചെരിഞ്ഞിട്ട് നമ്മളൊന്ന് കയറ്റി കട്ട് ചെയ്തിട്ടാണ് യോക്ക് പീസിൽ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ബാക്കും ഫ്രണ്ടും ഒരേ അളവിൽ, നെക്കും എല്ലാം ഒരേ അളവിലാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പീസിൽ മാത്രം ഒന്ന് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇനി ഈ യോക്ക് പീസിൽ നമ്മൾ സ്കേർട്ട് പീസും വെച്ചിട്ട് പ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്കേർട്ടിലും നമ്മളിതുപോലെ ഒന്ന് കയറ്റിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളുടെ കസ്റ്റമർ തന്ന പിക്ക് അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും. അപ്പോൾ ആ പിക്ക് നോക്കി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കട്ടിങ് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ സ്കേർട്ടിലും ഇതുപോലെ ഒന്ന് കയറ്റി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കട്ടിങ്ങും മറക്കാതെ കാണാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിക്കോളും. എന്നിട്ട് ഇതുപോലെ യോക്ക് പീസിൻ്റെ മേലെ നമ്മൾ സ്കേർട്ട് വെച്ചിട്ട് ഇതുപോലെയാണ് ചെറിയ പ്ലേറ്റുകളാക്കിയിട്ടാണ് ഇടുന്നത്. ഫുള്ളായിട്ട് ബാക്കിലും ഫ്രണ്ടിലും യോക്ക് പീസിൽ ഫുള്ളായിട്ട് പ്ലേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ പ്ലേറ്റ് വെക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം യോക്ക് പീസ് ഇതുപോലെ നല്ല വശം നോക്കിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് സ്കേർട്ടും നല്ല വശം ചേർത്തിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചുറ്റും പ്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 2 ഇഞ്ചോളം പ്ലേറ്റ് ഇടേണ്ട ആവശ്യമില്ല, സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ആ 2 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം ചെറിയ പ്ലേറ്റുകളാക്കിയിട്ട് നമ്മൾ ഈ യോക്ക് പീസിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എത്രത്തോളം നമുക്ക് പ്ലേറ്റിൻ്റെ വീതി കുറച്ച് ചെറിയ പ്ലേറ്റുകളാക്കി ഇടാൻ പറ്റുന്നോ അത്രയും നമ്മളുടെ ഫ്രോക്കിൽ, അതായത് പ്ലേറ്റ് ഇട്ട് കൊടുത്തതിന് ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ചെറിയ പ്ലേറ്റാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചുറ്റും പ്ലേറ്റ് ഇട്ട് കൊടുത്ത്. ഇതേപോലെ ആണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഷേപ്പ് വരുന്നത്. ബാക്കിലും ഫ്രണ്ടിലും ഞാൻ ഇതുപോലെ പ്ലേറ്റ് ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് നെക്കാണ്. നെക്ക് അതുപോലെ ഫ്രണ്ടിൽ ഒരു ബോർഡറാണ് വെക്കുന്നത്. അപ്പോൾ നെക്ക് ചെയ്യാം. അത് ഈ നെക്കും ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ ബോർഡർ വെക്കുന്നതിൻ്റെ വീഡിയോ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് ഇടാൻ പറ്റില്ല. ഇനി അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൽ ബോർഡർ വെക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെയാണ് ഫ്രോക്ക് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ളത്. ഷോൾഡർ കൂട്ടി നെക്ക് ചെയ്തു, ഫ്രോക്ക് റെഡിയാക്കി. അടുത്ത് ഇനി ചെയ്യാൻ പോകുന്നത് സ്ലീവാണ്. സ്ലീവിൽ ചെയ്യേണ്ടത് സാധാരണ സ്ലീവ് തയ്ക്കും പോലെയല്ല, സ്ലീവിൽ ചെറിയൊരു മോഡൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ താഴെ ഒരു പീസ് വെച്ചിട്ട് ആ താഴെ വെക്കുന്ന പീസിൻ്റെ സെൻറ്ററും സ്ലീവിൻ്റെ സെൻറ്ററും നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് താഴത്തെ പീസിൻ്റെ സെൻറ്ററിൻ്റെ ഒരു 2 ഇഞ്ച് മുന്നോട്ട് അല്ലെങ്കിൽ 1.5 ഇഞ്ച് മുന്നോട്ടായിട്ട് നമുക്ക് എത്രയാണോ പ്ലേറ്റ് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ പ്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെയാണ് സെൻറ്റർ മാർക്ക് ചെയ്യേണ്ടത്. അതായത് സ്ലീവിൻ്റെ താഴെ വെക്കുന്ന പീസിൻ്റെ സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് സ്ലീവിൻ്റെയും ആ പീസിൻ്റെയും നല്ല വശവും ഇതുപോലെ ചേർത്തിട്ട് ഇതുപോലെ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ആ സെൻറ്റർ നോക്കിയിട്ട് ആ സെൻറ്ററിൻ്റെ ബാക്കിൽ ഒരു 2 ഇഞ്ചോ 1.5 ഇഞ്ചോ എത്രയും നമുക്ക് പ്ലേറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഗ്യാപ്പ് കൊടുത്തിട്ട് ചെറിയ പ്ലേറ്റുകളാക്കി തന്നെ ഇട്ട് കൊടുക്കാം. സ്ലീവ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. സ്ലീവിൽ പഫുണ്ട്, സ്ലീവിൻ്റെ താഴെയും ലൂസാണ് നമ്മളിവിടെ വെക്കുന്നത്. എന്നിട്ട് ഇതുപോലെ പ്ലേറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത് ചെയ്യേണ്ടത് ഇതുപോലെ നല്ല വശത്തിലേക്ക് ആക്കിയിട്ട് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആദ്യം ഒരു 1/4 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കിയിട്ട് പിന്നെ ഇതുപോലെ ആണ് വെക്കേണ്ടത്.
എന്നിട്ട് ഈ മടക്കി വെക്കുന്ന പീസിൻ്റെ മേലെ കൂടെ ചെറിയ, അതായത് ഈ മടക്കുന്ന ഈ പട്ട പീസിൻ്റെ മേലെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. നമ്മുടെ സ്ലീവിലേക്കൊന്നും സ്റ്റിച്ച് ഇറങ്ങി പോവരുത്, പതുക്കെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് നമ്മളിവിടെ സ്ലീവ് കൊടുക്കുന്നത്. ഇതുപോലെ സ്ലീവിൻ്റെ താഴെ ഇതുപോലെയാണ് ലൂസ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ 2 സ്ലീവും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്ലീവ് നമ്മുടെ ഫ്രോക്കിൻ്റെ ബോഡി ചേർത്തി കൊടുക്കുകയാണ്. അപ്പോൾ സ്ലീവ് വെക്കാൻ പോവുകയാണ്. സ്ലീവ് നമ്മൾ ഫസ്റ്റ് വെക്കുമ്പോൾ, അതായത് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫ്രണ്ടും സ്ലീവിൻ്റെ ഫ്രണ്ടും കുഴിച്ച് വെട്ടി 2 ഭാഗങ്ങൾ ചേർത്തിട്ട് വേണം വെക്കണമെങ്കിൽ. ഫ്രണ്ടും ചേർത്തി തന്നെ സ്ലീവ് വെക്കണം. ഏതിൽ വെക്കുമ്പോഴും നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മുടെ ഈ സ്ലീവിൽ ഇതേ പഫ് വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ കട്ടിങ്ങിൽ പഫ് വെക്കുന്നത് എങ്ങനെ കട്ട് ചെയ്യുക, നമ്മൾ കുറച്ച് കയറ്റിയിട്ടാണ് കട്ട് ചെയ്യുക. അപ്പോൾ അത് കട്ടിങ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ഇതേപോലെ ഷോൾഡർ എത്തുമ്പോൾ അതിൻ്റെ ഷോൾഡറിൻ്റെ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം പ്ലേറ്റ് ഇട്ട് കൊടുക്കാൻ. ഞാനിവിടെ ഒരു 5 പ്ലേറ്റേ ഇടുന്നുള്ളൂ. ചെറിയ പ്ലേറ്റ് മതിയെന്ന് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ പ്ലേറ്റ് വെക്കുന്നത്. അതായത് കൂടുതൽ ഇങ്ങനെ പൊന്തി നിൽക്കാതെ ഒരു ചെറിയ പഫാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെയാണ് 5 പ്ലേറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഇതുപോലെ ഷോൾഡർ നോക്കുക, കറക്റ്റായിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തണം. ഏത് തയ്ക്കുമ്പോഴും സ്ലീവിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തണം. സ്ലീവിൻ്റെ സെൻറ്ററും നമ്മൾ ചെയ്യുന്ന, അതായത് ചുരിദാറാണെങ്കിലും ബ്ലൗസ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ഷോൾഡർ ഏത് ഭാഗത്താണ് വരുന്നത്, അതിൻ്റെ ഷോൾഡറിൻ്റെ സെൻറ്ററും സ്ലീവിൻ്റെ സെൻറ്ററും ഒരേപോലത്തെ ആയിരിക്കണം വെക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ താഴെ നമ്മൾ സ്ലീവ് ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. സ്ലീവിൻ്റെ താഴെ, അതായത് കൈ ലൂസിൻ്റെ താഴെ വരുന്നത് ഒരു 5 ഇഞ്ചാണ്. അപ്പോൾ 5 ഇഞ്ച് നമ്മൾ താഴെ കൈ ലൂസിൻ്റെ താഴെ അളവെടുത്തിട്ട് സ്ലീവും ഈ ബോഡിയും കൂടി ഒന്നിച്ചാണ് ഞാനിവിടെ ജോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2 സ്ലീവും ജോയിൻ്റ് ചെയ്തു. സൈഡൊക്കെ നമ്മൾ കൂട്ടി ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് യോക്ക് പീസ് ഇതുപോലെ കയറിയിട്ട്, ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ മോഡൽ. സ്ലീവിൻ്റെ മോഡലും ഇതുപോലെയാണ്. ഇതുപോലെയാണ് സ്ലീവിൻ്റെ മോഡലും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റമറിൻ്റെ ആവശ്യം അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അവർക്ക് ഈ മോഡലും മതി, ഇങ്ങനത്തെ പിക്കാണ് കാണിച്ച് തന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വരുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഫ്രോക്കാണിത്. ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഫ്രോക്കിൻ്റെ താഴെ ഒരു ഫ്രില്ല് വെക്കുന്നുണ്ട് നമ്മൾ, അതായത് പ്ലേറ്റ് കൊടുത്തിട്ട് ഫ്രില്ല് വെക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിന് ഒരുപാട് തുണി വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ ഫ്രോക്കിൻ്റെ ഇപ്പോൾ വേസ്റ്റ് വന്നിട്ട് 40 ഇഞ്ചാണ്. അപ്പോൾ അതിൽ ഞാൻ ഡബിൾ ആക്കിയിട്ട് ഒരു 80 ഇഞ്ചോളം ലെങ്ത്ത് എടുത്തിട്ടാണ് ഒരു തുണി എടുത്തിരിക്കുന്നത് ഇങ്ങനെ പ്ലേറ്റ് വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പ്ലേറ്റ് വെക്കുക എന്നുള്ളത് നോക്കാം. ഈ പ്ലേറ്റ് വെക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വശവും ചേർത്തിയിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നല്ല വശവും ചേർത്തിട്ട് നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. താഴെ ഞാനിവിടെ മടക്കി അടിക്കുന്നില്ല. എനിക്ക് ഈ ഫ്രോക്കിൻ്റെ താഴെ ഇൻ്റർലോക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. ഇതുപോലെ നമ്മുടെ ഫ്രോക്കിൻ്റെ താഴെ ഇതുപോലെ പ്ലേറ്റൊക്കെ വെച്ച് ഫ്രില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉപയോഗിക്കാനാണെങ്കിലും സ്റ്റിച്ചിങ് ചെയ്ത് പഠിക്കാനാണെങ്കിലും എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഫ്രോക്ക് എന്നല്ല, ഏതാണോ നമുക്ക് കസ്റ്റമർ തയ്ക്കാൻ കൊണ്ടുവരുന്നത്, ചുരിദാറാണെങ്കിലും ബ്ലൗസ് ആണെങ്കിലും എന്താണോ വരുന്നത്, അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അത് ഇതുപോലെയാണ്. പിന്നെ നമ്മുടെ കസ്റ്റമറിന് ഇതേ അളവിൽ, ഇതേ കട്ടിങ്, ഇതേ സ്റ്റിച്ചിങ്, ഇതേ അളവിൽ തന്നെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു
ഫ്രോക്കും വേണമെന്ന് പറഞ്ഞിരുന്നു. അതായത് ഫ്രോക്കല്ല, അത് ഷോർട്ടായിട്ടുള്ളൊരു ടോപ്പാണ്. അപ്പോൾ അതും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് അതും വരുന്നത്. നെക്കും എല്ലാം സെയിം ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെയാണ്. ഇതിൻ്റെ താഴെ ഇൻ്റർലോക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്, മടക്കി അടിക്കുന്നില്ല. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.